എല്ലാ മാന്യപ്രേക്ഷകർക്കും നക്ഷത്ര വഴി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അടുത്ത ഒരാഴ്ചക്കാലത്തെ പ്രേക്ഷകർക്ക് വരാനുള്ള കലാനുഭവങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഒന്ന് ചുരുക്കി ആലോചിക്കാം. 12 രാശികളിലായി 27 നക്ഷത്രങ്ങളെ 108 പാദങ്ങളിലായിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ 9 നക്ഷത്രങ്ങൾ 2 രാശികളിലായിട്ടാണ് വരുന്നതെന്നതുകൊണ്ട് തന്നെ ആ നക്ഷത്രങ്ങൾ ജനിച്ച ആളുകൾ കാന്താങ്ങളുടെ ഫലം പ്രത്യേകമായി ശ്രദ്ധിക്കും. രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം, ഇത്രയും ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം 4-ലും സർപ്പം 6-ലും ശനി 8-ലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി ഒരല്പം മെച്ചപ്പെട്ട് വരാനാണ് സാധ്യത. ചികിത്സകൾ ഫലം കാണും. എന്നാൽ പണച്ചിലവ് അല്പം വർദ്ധിക്കാൻ ഇടയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാതെ പെരുമാറ്റം, ഇടപെടൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വിനോദ യാത്രയ്ക്കുള്ള അവസരം വന്നു ചേരും, അത് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സന്താനങ്ങൾക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. വിദ്യാർത്ഥികളും അതുപോലെ അത്ര നല്ല ഒരു സമയമല്ല അടുത്ത ഒരാഴ്ച. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ഗുണകരമായ ഒരാഴ്ചയായി വരുന്നു. ഈ കൂറുകാർ തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകങ്ങളും ശാസ്താവിന് നീരാഞ്ജനവും സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. രാശിചക്രത്തിലെ 2ാമത്തെ രാശിയായ എടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിന്റെ 2, 3, 4 ഭാഗങ്ങൾ, രോഹിണി, മകീര നക്ഷത്രത്തിന്റെ 1, 2 ഭാഗങ്ങൾ, ഇത്രയും ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം 3-ലും രാഹു 5-ലും ശനി 7-ലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൂറുകാർക്ക് കണ്ടകശനി കാലമാണ്. ആരോഗ്യസ്ഥിതി അതുകൊണ്ട് ഒട്ടും തന്നെ മെച്ചപ്പെടാൻ സാധ്യതയില്ല. അപ്രതീക്ഷിതമായി രോഗം മൂർച്ഛിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്ന് ആശുപത്രി വാസവും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ധനച്ചെലവ് പെട്ടെന്ന് കൂടി വരും. നമ്മുടെ നിയന്ത്രണം വിട്ടുപോകും. കാര്യങ്ങൾക്കെല്ലാം ഒരു വിഘ്നവും അലച്ചിലും ആണ് ഫലമായിട്ട് ഉണ്ടാകും. വാഹന അപകടങ്ങളിൽ പെടാതെ സൂക്ഷിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒട്ടും നല്ല സമയമല്ല ഇപ്പോൾ. തൊഴിലിൽ തടസ്സവും അനുഭവം അടുത്ത ഒരാഴ്ച അവർക്ക് കാണുന്നുണ്ട്. എന്നാൽ വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കാര്യത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി ദേവീക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിയും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസവും സമർപ്പിക്കും. രാശിചക്രത്തിലെ 3ാമത്തെ രാശിയായ മിഥുനക്കൂറിൽ മകീര നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം 2-ലും രാഹു 4-ലും ശനി 6-ലുമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി പൊതുവിൽ മെച്ചമായിരിക്കും. ചികിത്സകൾ ഫലം കാണും. എന്നാൽ പിതൃസ്ഥാനത്തുള്ളവർക്ക്, മാതാവിന് ആ സ്ഥാനത്തുള്ളവർക്ക് രോഗാവസ്ഥ പെട്ടെന്ന് മൂർച്ഛിക്കാനും ചികിത്സ വേണ്ടി വരാൻ സാധ്യത കാണും. സ്ത്രീകൾ മൂലം അപമാനം ഉണ്ടായേക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. സർക്കാർ ജീവനക്കാർക്കും താരതമ്യേന ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ്. നിയമന ഉത്തരവുകളും മറ്റു ആനുകൂല്യങ്ങളും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള സമയം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ കൂറുകാർ തങ്ങളുടെ ദോഷപരിഹാരത്തിനായി ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസവും സർപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കിടകക്കൂറിൽ പുണർദം നക്ഷത്രത്തിന്റെ 4ാമത്തെ ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കൂറുകാർക്ക് വ്യാഴം ജന്മത്തിലും രാഹു 3-ലും ശനി 5-ലും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആരോഗ്യസ്ഥിതി പൊതുവിൽ ഒരു മധ്യമമായ അവസ്ഥയായിരിക്കും.
സുഹൃത്തുക്കൾ മൂലം കലഹം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. തമ്മിലും അവർ മുഖേന മറ്റു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാൻ, സൗഹൃദങ്ങൾ പൊളിയാനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കളായിട്ടും അത്ര നല്ല ഒരു ബന്ധം ആയിരിക്കില്ല ഈ ആഴ്ച ഉണ്ടാകും. ചീത്ത കൂട്ടുകെട്ട്, തുറന്നടപ്പിലൂടെ ധനവ്യയം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് പാർട്ട്നേഴ്സുമായി പ്രത്യേകമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. ചികിത്സകൾ ഫലവത്താകും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ പോലെയുള്ള സംഗതികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. വിവാഹത്തിന്റെ അന്വേഷണം അത്തരം കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിന് അനുകൂലമായ ഒരു സമയമാണ്. പല കാര്യങ്ങളിലും തീർപ്പാകും. വിദേശയാത്രാ ഗുണവും ഉള്ള ഒരാഴ്ചയാണ്. ഈ കൂറുകാർ തങ്ങളുടെ ദോഷത്തിന് പരിഹാരമായി ദേവിക്ക് പുഷ്പാഞ്ജലി, ശാസ്താവിന് എള്ളുതിരി എന്നിവ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാശിചക്രത്തിലെ 5ാമത്തെ കൂറായ ചിങ്ങ കൂറിൽ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗം, ഇത്രയും ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ കൂറുകാർക്ക് വ്യാഴം 12-ലും രാഹു 2-ലും ശനി 4-ലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിങ്ങ കൂറുകാർക്ക് പൊതുവെ മോശമായ ഫലമാണ്. ഗ്രഹസ്ഥിതികളെല്ലാം ആ രാശിക്കാർക്ക് പൊതുവെ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ, ശരീരത്തിന് അലച്ചിൽ, വ്യർത്ഥമായ സഞ്ചാരങ്ങൾ, സാമ്പത്തിക സ്ഥിതിയുടെ ബുദ്ധിമുട്ട്, ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. അഗ്നിഭയം കൂടി ഈ ആഴ്ച അവർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ ജാഗ്രതയായി. വിവാഹ ആലോചനകളുമായി ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് തടസ്സങ്ങളാണ് ഉണ്ടാവുക. അത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയക്കാർക്ക് പൊതുവിൽ ഗുണമാണ്. തങ്ങളുടെ അണികളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. തങ്ങളുടെ ദോഷ പരിഹാരത്തിനായി ഗണപതി ഹോമം, ശിവന് രുദ്രാഭിഷേകം, ഇവ രണ്ടുമാണ് ഏറ്റവും ഉചിതമായ വഴിപാടുകൾ. അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക.